ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഗാസയിലെ കുട്ടികളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനായി ഗാസയിലെ സ്ത്രീകൾ വേശ്യാവൃത്തിയിലേക്ക് കൂടുതലായി ഇറങ്ങുന്നു എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഗാസയെ വലിയ കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. എല്ലായിടത്തും വളരെ വലിയ ക്ഷാമമാണ്. ആയിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാര കുറവിന് ഇരയായിട്ടുണ്ട്. ഈ നിർബന്ധം മുതലെടുത്താണ് ഗാസയിലെ സ്ത്രീകൾ ഇപ്പോൾ ചൂഷണം ചെയ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നത്. സഹായത്തിൻ്റെ മറവിൽ നിരവധി പുരുഷന്മാർ ഗാസയിലെ സ്ത്രീകളെ ശാരീരിക ബന്ധത്തിനായി നിർബന്ധിക്കുന്നു. പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ ഇരകളായ സ്ത്രീകൾ തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കും ഈ വിവരം ലഭിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമ ഏജൻസികൾ ഇരകളായ സ്ത്രീകളെ ബന്ധപ്പെട്ടു. ഏകദേശം 6 സ്ത്രീകൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു. ഈ 6 പേര് പറയുന്നത് ഞങ്ങൾ 6 പേരല്ല 600 പേരാണ്, പക്ഷേ ഞങ്ങളാണ് തുറന്നു പറയാനായി ധൈര്യം കാണിക്കുന്നത്. സ്ത്രീകൾ പേര് വെളിപ്പെടുത്താത്ത അവസ്ഥയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ തൻ്റെ കുട്ടികൾ വിശന്ന് കരയുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വേശ്യാവൃത്തിയിലേക്ക് ഇറങ്ങാൻ താൻ നിർബന്ധിതയായെന്ന് പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു പുരുഷൻ തന്നെ ബന്ധപ്പെടുകയും എന്നെ സഹായിക്കാമെന്ന് എനിക്കും പറയുകയും എനിക്ക് ജോലി വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും പകരമായി അയാൾ എന്നോട് ശാരീരിക ബന്ധമാണ് ആവശ്യപ്പെട്ടത്. ഞാനിത് ചെയ്യാൻ നിർബന്ധിതയായി. പിന്നീട് എനിക്ക് സാമ്പത്തികവും തൊഴിൽപരവുമായ സഹായം അയാളിൽ നിന്ന് ലഭിച്ചു എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. പ്രാദേശിക തലത്തിൽ സഹായിക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ നിയമിക്കുന്ന പുരുഷന്മാർ ഞങ്ങളെ സഹായിക്കാൻ എന്ന വ്യാജേന ഞങ്ങളുടെ കോൺടാക്ട് നമ്പറുകൾ എടുക്കാറുണ്ടെന്ന് ചില സ്ത്രീകൾ പറഞ്ഞു. പിന്നീട് അവർ ഞങ്ങളെ വിളിക്കുകയോ നേരിട്ട് കാണുകയോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നു. അവർ നേരിട്ട് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഞാൻ നിന്നെ തൊടട്ടെ, ചിലർ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചു കാലം ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പകരമായി അവർ ഭക്ഷണം, വെള്ളം, കൂടാരങ്ങൾ അല്ലെങ്കിൽ ജോലികൾ വാഗ്ദാനം ചെയ്യുന്നു. വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു. ഗാസയിൽ സ്ത്രീകളുമായി പ്രവർത്തിക്കുന്ന 4 മനഃശാസ്ത്രജ്ഞർ പറഞ്ഞത് ചില സ്ത്രീകൾ ഗർഭിണികളായിട്ടുണ്ടെന്നും പലരും ശാരീരികമായി ഇതിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.